ഫുൾ ടൈം മാർക്കറ്റ് ആ, നോക്കി ഇരിക്കേണ്ടി വരുന്നുണ്ടോ TMC-ല്? ഇല്ല ഒന്നുമില്ല. ഇത് നമ്മള് വരച്ചു വെക്കുക, നമ്മളെ പണിയെടുക്കുക. കുറെ തലവേദന കുറഞ്ഞു കേട്ടോ. അത് തലവേദന കുറഞ്ഞിട്ടുണ്ട്. എങ്ങനെ തോന്നുന്നു? കുറെ ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ട്, SMC തന്നെയല്ലേ ട്രൂസെൻസ് പഠിപ്പിക്കുന്നത് എന്ന്. അല്ല. അല്ല, ചില ആള് ചോദിക്കലുണ്ടല്ലോ, മറ്റേ പറയാനുണ്ട്, 50,000 രൂപ ഈ കോഴ്സിന്, ഈ ഒരു 5 മണിക്കൂറിലെ സാധനത്തിന് നിങ്ങൾ 50,000 രൂപ വാങ്ങുന്നെന്ന്. എന്താ എന്താ അവസ്ഥ അതിന്? അത് റിയലി വേർത്താണ്, ഒന്ന് നോക്കാല്ല. അധ്യാപകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൂടെ കൊണ്ടുപോകണം. അത് A to Z ആണ്, ഒരു സക്സസ് എത്തിക്കണ വരെ എന്നാണ്. അത് ഇതിൽ നടക്കുന്നുണ്ട്. പിന്നെ മെന്റർ ഉഷാറാണ്, അത്രേ ഉള്ളൂ നമുക്ക് A to Z പറയാനുള്ളത്. കാരണം ഇനിയിപ്പോ ഒന്നും പഠിച്ചില്ല എന്ന് പറയുകയാണെങ്കിലും ധൈര്യമാണ്, നെക്സ്റ്റ് ചോദിക്കാൻ ആളുണ്ട് എന്നുള്ളത്. എന്നിട്ട് പിന്നെ എന്തുണ്ട് നമ്മളെ സപ്പോർട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? പിള്ളേർ എങ്ങനെ ഉണ്ടായിരുന്നു ട്രൂസൻസിൽ? സപ്പോർട്ടൊക്കെ മാഷാ അല്ലാഹ് അടിപൊളിയാണ്, ഉഷാർ തന്നെയാണ്. നല്ല ഉഷാറായിരുന്നു, എല്ലാരും നല്ല സപ്പോർട്ടാണ്. എപ്പം അതിലൊരു പെർഫെക്ഷൻ എന്ന് പറഞ്ഞാൽ എപ്പം നമുക്ക് ആവശ്യം ഉണ്ടെങ്കിലും വിളിക്കേണ്ട ആവശ്യം വരലില്ല. ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്താൽ തന്നെ മിക്കവാറും റിപ്ലൈ. ഇനി ഇൻ കേസ് എന്തെങ്കിലും തിരക്ക്, ഇപ്പൊ നമ്മളും തിരക്കാവില്ല, സ്വാഭാവികമായിട്ടുള്ള തിരക്കുണ്ടെങ്കിൽ മാത്രം വിളിച്ചാൽ ഓൺ ദ സ്പോട്ടിൽ റിസൾട്ടും വരലുണ്ട്. വരുന്നല്ലേ? ആ, നല്ല സപ്പോർട്ടൊക്കെ ഉഷാറാണ്, നല്ല. നമ്മളിത് ഫസ്റ്റ് ടൈം ആയിരുന്നോ കോഴ്സ് ചെയ്യുന്ന ഫോറക്സിൻ്റെത്? അല്ല, ഞാൻ SMC ചെയ്തിരുന്നു മുമ്പ്. SMC ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? എങ്ങനെ തോന്നുന്നു? കുറെ ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ട്, SMC തന്നെയല്ലേ ട്രൂസെൻസ് പഠിപ്പിക്കുന്നത് എന്ന്. അല്ല. SMC എന്ന് പറഞ്ഞാല് എന്താ പറയാ, അതൊരു ബേസ് പഠിക്കാന്നേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അതൊന്ന് എൻട്രിക്കായിട്ട് ഒരു ബന്ധം എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എൻട്രി അത് വേറെ തന്നെ വേണം. ഓക്കെ. TMC എങ്ങനെയുണ്ട് SMC ആയിട്ട് കമ്പയർ അത്യാവശ്യം ചെയ്യുമ്പോൾ? ഉഷാറാണ്, നിങ്ങളുടെ അഭിപ്രായം? നല്ല ഉഷാറാണ്, റിസൾട്ട് കാര്യങ്ങളൊക്കെ? അടിപൊളിയാണ്. നല്ല റിസൾട്ട് ആണ്. ഞാനത് പിന്നെ നമ്മളെ ലീഡേഴ്സിനൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ഇടക്കിടക്ക് ഇങ്ങനെ റിസൾട്ട് അയച്ചു കൊടുക്കലുണ്ട്. നമുക്ക് ഭയങ്കര സന്തോഷമാണ് അത് അയക്കുമ്പോ, ഒരു അവർ അഭിമാനം ഷെയർ പോലെയാണ്. ചെയ്യാറുണ്ട്. ആ ആ, ആ. പിന്നെ ഇനിയിപ്പോ ഒരു നെക്സ്റ്റ് ഒരു ഫണ്ടഡ് അക്കൗണ്ട് എടുക്കുക എന്നുള്ളതാണ് ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യുന്നത്, മാനുവലി താല്പര്യം. പാസ്സാക്കണം കേട്ടോ. തീർച്ചയായിട്ടും അതന്നെ ആഗ്രഹമുള്ളത്. കുറെ ആൾക്കാർ കേട്ടോ. മാനുവലി പാസ്സാക്കാൻ വേണ്ടി തുടങ്ങി. ഇപ്പം TMC ത്രൂ തന്നെ പാസ്സാക്കാം. ഫസ്റ്റ് ഫേസ്, സെക്കൻഡ് ഫേസ് ഒക്കെ കിട്ടി, ലൈവ് അക്കൗണ്ട് കിട്ടി സാർ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ഹാപ്പിനെസ് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോ അടുത്ത ഉനേസ് ഭായിന്റെതും കാത്തു നിൽക്കാം. തീർച്ചയായിട്ടും. അങ്ങനെ നമുക്ക് എപ്പോ സന്തോഷം എന്ന് പറഞ്ഞാൽ ഒരു പിന്നെ മെന്റർ ഉഷാറാണ്, അത്രേ ഉള്ളൂ നമുക്ക് A to Z പറയാനുള്ളത്. കാരണം ഇനിയിപ്പോ ഒന്നും പഠിച്ചില്ല എന്ന് പറയുകയാണെങ്കിലും ധൈര്യമാണ്, നെക്സ്റ്റ് ചോദിക്കാൻ ആളുണ്ട് എന്നുള്ളത്. അതെ ആ അതെ ഒരു അതെ. ഓപ്ഷൻ ഉള്ളതുകൊണ്ട് ഭയങ്കര. മറ്റേത് വേറെ എവിടെ പറഞ്ഞാൽ അത് ഇല്ലാതാവുമ്പോ രണ്ട് മെന്റേഴ്സ് ഉണ്ടല്ലോ ഇവിടെ. രണ്ട് മെന്റേഴ്സ് ഉണ്ട്. അല്ല, ചില ആള് ചോദിക്കലുണ്ടല്ലോ, മറ്റേ പറയാനുണ്ട്, 50,000 രൂപ ഈ കോഴ്സിന്, ഈ ഒരു 5 മണിക്കൂറിലെ സാധനത്തിന് നിങ്ങൾ 50,000 രൂപ വാങ്ങുന്നെന്ന്. എന്താ എന്താ അവസ്ഥ അതിന്? അത് റിയലി വേർത്താണ്, ഒന്ന് നോക്കാല്ല. മെനക്കെടുന്ന സമയമായാലും അത് പൈസ ഇത്രേ ഉള്ളൂ. ഇതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് പൈസക്ക് നമുക്ക് നല്ലൊരു മെന്ററെ കിട്ടുക എന്നുള്ള ഞാൻ മനസ്സിലാക്കിയത്. ഒരു നോളജും കൊടുക്കുക, ബാക്കി ഫുള്ള് നമ്മൾ എന്ത് ചെയ്യാം, വർക്ക് ചെയ്യുക, അത്രേ ഉള്ളൂ. അതിപ്പോ ഇനി 1 lakh കൊടുത്തിട്ട് നമ്മൾ വർക്ക് ചെയ്യാവുന്ന ഒരു കാര്യമില്ല, കുറ്റം പറയാനല്ലാതെ വേറെ വർത്താനല്ല. സത്യം. അത്രേ ഉള്ളൂ അതില്. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ട്രൂസെൻസിന് പിന്നെ എത്ര മാർക്ക് കൊടുക്ക? 10-ല് 10 ഔട്ട് ഓഫ് എത്ര സ്റ്റാറിങ്ങൾ കൊടുക്കാം? ചുമ്മാ അറിയാൻ ചോദിക്കുന്നത്. ഒരു 9 കൊടുക്കും. താങ്ക് യു. തീർച്ചയായിട്ടും. പിന്നെ അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ തീർത്തിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരണം കേട്ടോ ഇവിടെ വന്നിട്ട് അവാർഡ്. തീർച്ചയായിട്ടും ഞാൻ മാക്സിമം ഈ ഒരു നെക്സ്റ്റ് വീക്കിൽ തന്നെ വരാൻ വിചാരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഉനേഷ് ഭായി, പിന്നെ ഒരു അധ്യാപകൻ എന്ന നിലയിലും എല്ലാം കൂടിയിട്ട് പുതിയതായിട്ട് ഈ ഒരു ഫോറക്സ് ട്രേഡിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ വരുന്ന സമയത്ത് എന്തുകൊണ്ട് അവർ ട്രൂസെൻസിനെ സെലക്ട് ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം മാനിച്ചിട്ട് നമുക്കൊന്ന് പറയാമോ? അത് വെച്ച് കഴിഞ്ഞാൽ ഈ പഠനം എന്നുള്ള ലെവലിൽ ചിന്തിക്കുകയാണെങ്കിലേ നമുക്ക് നല്ലൊരു അധ്യാപകൻ ആവശ്യമാണല്ലോ. ഇപ്പോ ഏത് ഫീൽഡ് ആയാലും അതെ ആ ഒരു ലെവല് നമ്മള് 100% സെലക്ട് ചെയ്യാൻ പറ്റിയ ഒരു ചോയ്സ് ആണ് ട്രൂസെൻസ്. കാരണം അധ്യാപകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ കൊണ്ടുപോകണം. അത് A to Z ആണ്, ഒരു സക്സസ് എത്തിക്കണ വരെ എന്നാണ്. അത് ഇതിൽ നടക്കുന്നുണ്ട്, അത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ എന്താണ്, അപ് ടു സ്റ്റുഡന്റ്. ആ വർക്ക് ചെയ്യുക, അവർക്ക് എവിടെ എത്തണം എന്നുള്ള ലക്ഷ്യം കാണലൊക്കെ സ്റ്റുഡന്റിനാണ്. അതെ. കൂടെ നിൽക്കുന്ന അധ്യാപകൻ A to Z ഉണ്ട്, പിന്നെ നമുക്ക് പ്രശ്നമില്ല. ഇന്നല്ലെങ്കിൽ നാളെങ്കിലും നമുക്ക് വിജയത്തേക്ക് എത്താന്നുള്ള ഒരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് എനിവേ ഇസ് ഓൾമോസ്റ്റ് ഓക്കെ. താങ്ക് യു. അത്രേ ഉള്ളൂ സ്ട്രാറ്റജി പറയാൻ. വൈസോ? സ്ട്രാറ്റജി പറഞ്ഞല്ലോ നമ്മള്, സ്ട്രാറ്റജി ഇപ്പൊ എന്നും കിട്ടണം. ഇപ്പൊ മുമ്പ് പറഞ്ഞ മാതിരി തന്നെ പൊതുവെ ഒരു അല്ലെ, എന്നും ഇതിന്റെ ട്രേഡ് ഉണ്ടാണെന്നില്ല, പക്ഷെ കിട്ടുന്നത് നല്ല പക്ക സാധനങ്ങളായിരിക്കും. അത് മതിയാവും നമ്മളൊരു 1 വീക്കിലേക്ക് നമുക്കൊരു ഫ്രീ ആയിട്ട് ഇരിക്കാനാ മതി. പിന്നെ ഡിസിപ്ലിൻ കുറെ ട്രേഡിംഗ് തലവേദന കുറഞ്ഞു കേട്ടോ. അത് തലവേദന കുറഞ്ഞിട്ടുണ്ട്. കണ്ട് എല്ലാം ട്രേഡ് എടുക്കുക എന്നുള്ളതൊന്നൊക്കെ ഒന്ന് മാറി
കുറെ ടെലഗ്രാം ഒന്നൊക്കെ പോയി. ഇപ്പൊ ആ പരിപാടികളൊക്കെ പോയി. ഇപ്പൊ നമ്മളായി, നമ്മളെ സ്ട്രാറ്റജി ട്രൂസെൻസീവായിട്ടുള്ള നമ്മളെ മെന്റർ, ഇതൊക്കെ ഒരു വളരെ സിമ്പിളായ കാര്യങ്ങൾ, വളരെ സിമ്പിളായി ഇപ്പൊ. കുറെ കോംപ്ലിക്കേഷൻ ആയ സംഭവങ്ങളൊക്കെ ഇപ്പൊ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇന്ന് ട്രേഡ് വേണ്ടേ, നമ്മൾ ഫ്രീ ആണ്. മറ്റങ്ങനെയല്ല, നമുക്ക് ഇന്ന് എടുത്തില്ലെങ്കിലുള്ള റിസ്ക് നമ്മൾ ഒരുപാട് മൈൻഡിൽ കൊണ്ടെടുക്കും. രാത്രി കിടക്കണതിന്റെ മുമ്പെങ്കിലും ഒരു എൻഡഡ് അടിച്ചു, പിന്നെ അന്നത്തെ ഉറക്ക് പോയി. പിന്നെ 2 മണിക്ക് 3 മണിക്കൊക്കെ നീച്ച് അന്നത്തെ ദിവസം പിന്നെ പറയേണ്ടി വരില്ല. അത് ലോസിലും കൂടി ആണെങ്കിൽ തീർന്ന്. തീർന്നു. ഫുൾ പിന്നെ ടൈം ആ മാർക്കറ്റ് ബാധിക്ക് ഒന്നുമില്ല. ഫുൾ ടൈം മാർക്കറ്റ് നോക്കി ഇരിക്കേണ്ടി വരുന്നുണ്ടോ TMC? ഇല്ല, ഒന്നുമില്ല. ഇത് നമ്മള് വരച്ചു വെക്കുക, നമ്മളെ പണിയെടുക്കുക. നെക്സ്റ്റ് അവിടെ വരിക, അതിപ്പോ സ്റ്റോപ്പും മറ്റൊക്കെ കാര്യം ചെയ്യുകയാണെങ്കിൽ ഓക്കെ, അത്രേ ഉള്ളൂ. അത്ര മാത്രമേ ഉള്ളൂ. വളരെ ഓക്കെ, സിമ്പിൾ. ഇത്രയുള്ള കാര്യങ്ങൾ ഉമേഷ് ഭായി. എന്തായാലും താങ്ക്സ് ഫോർ യുവർ വാല്യുബിൾ ടൈം. എന്ത് സംശയം ഉണ്ടെങ്കിൽ ചോദിച്ച് ക്ലിയർ ആയിട്ട് മാത്രം മുന്നോട്ടേക്ക് നീങ്ങിയാൽ മതി. എന്തായാലും തീർച്ചയായും. നമ്മളെ കട്ടക്കന്നെ കൂടെ ഉണ്ടാവും. നമുക്ക് അടുത്ത് തന്നെ ഒരു ദിവസം നേരിട്ട് കാണാം. ഓക്കെ, ഷുവർ. ഓക്കെ ബ്രോ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. ശരി.